കുട്ടികളെ, നാളെ ഏത് ദിവസമാണെന്ന് അറിയുമോ? ഇല്ല കെറിമിച്ച. നാളെ അറഫ ദിവസമാണ്. അറഫയിൽ ഹാജിമാർ ഒത്തുകൂടുന്ന ദിവസം. നാളെ എല്ലാവരും നോമ്പ് നോക്കണം. അറഫ നോമ്പ് സുന്നത്ത് നോമ്പുകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പാണ് അറഫ നോമ്പ്. ഈ നോമ്പിന് അല്ലാഹുവിൻ്റെ ഓഫർ എന്താണെന്ന് അറിയുമോ? അറിയാം കെറിമിച്ച. കഴിഞ്ഞ വർഷത്തെയും വരാൻ പോകുന്ന വർഷത്തെയും ദോഷങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടും. വെരി ഗുഡ്. എല്ലാ ദോഷങ്ങളും അല്ലാഹു പൊറുക്കപ്പെടില്ല. ചെറുദോഷങ്ങൾ മാത്രം എന്ന് പറയണം. ചെറുദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് കെറിമിച്ച? 7 ദോഷങ്ങൾ ഉണ്ട്. അത് ഞാൻ പറയാം. അതിൽ പെടാത്തതെല്ലാം ചെറുദോഷങ്ങളാണ്. വൻദോഷങ്ങൾ ഏതൊക്കെയാണ് കെറിമിച്ച? 1. അല്ലാഹുവിന് മാത്രം അവകാശപ്പെട്ട അധികാരങ്ങളിലോ ആരാധനയിലോ മറ്റൊന്നിനെ പങ്കാളിയാക്കുക. ഇത് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപമാണ്. 2. മന്ത്രവാദവും ജാലവിധിയും സിഹിർ. അസാധാരണമായ കാര്യങ്ങൾക്കായി പിശാചുക്കളെയും മറ്റും കൂട്ടുപിടിച്ച് മന്ത്രവാദം ചെയ്യുകയോ അതിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത്. 3. അകാരണമായി ഒരാളെ കൊല്ലുക. അല്ലാഹു ആദരണീയമാക്കിയ ഒരു മനുഷ്യജീവനെ അന്യായമായി ഹനിക്കുന്നത്. 4. പലിശ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുക. ഇസ്ലാമിക നിയമപ്രകാരം നിഷിദ്ധമാക്കപ്പെട്ട പലിശ ഇടപാടുകളിൽ ഏർപ്പെടുക. 5. അനാഥകളുടെ സ്വത്ത് അന്യായമായി അനുഭവിക്കുക. അനാഥരായ കുട്ടികളുടെ സ്വത്തുവകൾ അവകാശം കൂടാതെ കൈക്കലാക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. 6. യുദ്ധക്കളത്തിൽ നിന്ന് ഒളിച്ചോടുക. വിശ്വാസികൾക്ക് നേരിടേണ്ടി വരുന്ന യുദ്ധസന്ദർഭങ്ങളിൽ നിന്ന് ഭീരുത്വം കൊണ്ട് പിന്തിരിഞ്ഞോടുന്നത്. 7. പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ച് വ്യഭിചാര ആരോപണം ഉന്നയിക്കുക. തെളിവില്ലാതെ നിരപരാധികളായ സ്ത്രീകളെക്കുറിച്ച് അവിഹിത ആരോപണം നടത്തുന്നത്. ഇതാണ് ഇസ്ലാമിൽ പറഞ്ഞ 7 ദോഷങ്ങൾ. ഈ പറഞ്ഞതല്ലാതെ ബാക്കിയെല്ലാം ചെറുദോഷങ്ങളാണ്. ഈ പറഞ്ഞ 7 തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്താൽ മാത്രമേ ആ തെറ്റുകൾ അല്ലാഹു പൊറുക്കപ്പെടും. കള പറഞ്ഞാൽ ആ തെറ്റ് പൊറുക്കപ്പെടും അല്ലേ കെറിമിച്ച? അപ്പോൾ നീ കള്ളം പറയണ്ടല്ലേ കള്ളി. അല്ലാഹു തരുന്ന ഇതുപോലത്തെ ഓഫറുകൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എല്ലാവരും നാളത്തെ നോമ്പ് നോക്കില്ലേ? ഉമ്മാനോട് ഞങ്ങൾ കുറെ കള്ളം പറഞ്ഞത് കൊണ്ട് ഈ നോമ്പ് ഉറപ്പായി നോക്കും ഇൻഷാ അല്ലാ.